ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ 2023-24 അധ്യയന വർഷത്തെ, അതായത് കഴിഞ്ഞ വർഷം നടന്ന നിങ്ങളുടെ കേരള പാഠാവലി ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. 1 മുതൽ 5 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര മാർക്ക് വീതമാണ് കൂട്ടുകാരെ? അതെ, 1 സ്കോർ വീതമാണ് അല്ലേ. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ മാണിക്യവീണ. ചന്ദനാമോദം കലർന്ന ഭാഷ എന്ന പ്രയോഗം നൽകുന്ന സൂചന എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്? മലയാള ഭാഷയുടെ സൗന്ദര്യം, ദെൻ ചന്ദനത്തിൻ്റെ സൗന്ദര്യം, മലയാള ഭാഷയിലെ സാഹിത്യ സമ്പത്ത്, ചന്ദന നിറമുള്ള ഭാഷ. അപ്പം ഇതിലേതാണ് ആൻസർ വരുന്നത്? അതെ, മലയാള ഭാഷയുടെ സൗന്ദര്യമാണല്ലേ ആൻസർ. എന്താണ്? മലയാള ഭാഷയുടെ സൗന്ദര്യം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇത്തിരിക്കൊരു സുഖം തോന്നുന്നുണ്ടെനിക്ക് നെൻ പൊത്തിലെത്ര നാളായി ഞാൻ ചുരുണ്ടു കിടക്കുന്നു. പെരുന്തച്ചനല്ലേ. ഈ വരികളിൽ തെളിയുന്ന പെരുന്തച്ചന്റെ അവസ്ഥ എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മടി പിടിച്ച് വീട്ടിലിരിക്കുന്നു, ശാരീരികവും മാനസികവുമായി തകർന്നു കിടക്കുന്നു, സ്വന്തം സുഖം മാത്രം പരിഗണിക്കുന്നു, ഏകാന്തതയിലാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് കരുതുന്നു. അപ്പൊ ഇതിൽ ഏതാണ് കൂട്ടുകാരെ ആൻസർ വരുന്നത്? ഈ വരികളിൽ തെളിയുന്ന പെരുന്തച്ചന്റെ അവസ്ഥ എന്താണ്? അതേ, ശാരീരികവും മാനസികവുമായിട്ട് തകർന്നു കിടക്കുന്നു എന്നുള്ളതാണ് അല്ലെ. എന്താണ്? ശാരീരികവും മാനസികവുമായി തകർന്നു കിടക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായി പിരിച്ചെഴുതിയത് ഏത്? തുമ്പക്കുടം, തുമ്പക്കുടം. വിണ്ടലം, വിൺ പ്ലസ് തലം. തിരുവാതിര, തിരു പ്ലസ് ആതിര. ദെൻ നീലക്കാർ, നീല പ്ലസ് കാർ അല്ലേ. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായി പിരിച്ചെഴുതിയിട്ടുള്ളത്? നമുക്ക് മനസ്സിലായി ഏതാണ്? അതെ, തിരുവാതിര. തിരു പ്ലസ് ആതിര, അതായത് തിരു ആതിര. തിരുവാതിരയല്ലേ. അപ്പൊ ആൻസർ എന്താണ്? തിരുവാതിര. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സാധുവാൻ കൃഷകന്നു നൽകുവാൻ പ്രകൃത്യമ്പ സാമോദം സംഭരിച്ച രത്നങ്ങൾ നിറച്ചതാം ഇരുമ്പു പെട്ടികളും പത്തായങ്ങളുമേറ്റം കവിതയോട്. ഇവിടെ രത്നങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്വർണത്തെ, പൂക്കളെ, നെല്ലിനെ, പണത്തെ. എന്തിനെയാണ് കൂട്ടുകാരെ ഇവിടെ രത്നങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത്? അത് നെല്ലിനെയാണല്ലേ. ആൻസർ എന്താണ്? നെല്ലിനെ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വെള്ളക്കടലാസിരുന്നു മുഷിയുന്നു, പേന കോട്ടുവായിടുന്നു, കളിയച്ചൻ ജനിക്കുന്നു. ഈ വാക്യങ്ങളുടെ ആശയത്തിന് ഏറ്റവും ഉചിതമായത് ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ഓപ്ഷൻസ് എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്. യെസ്, കവിത എഴുതി കഴിഞ്ഞു, കടലാസിനും പേനയ്ക്കും കവിത ഇഷ്ടപ്പെട്ടില്ല, കവിക്ക് കവിത എഴുതാൻ താല്പര്യമില്ല, കവിക്ക് കവിത എഴുതാൻ കഴിയാത്തതിൻ്റെ നിരാശ. അപ്പം ഈ വാക്യങ്ങളുടെ ആശയത്തിന് ഏറ്റവും ഉചിതമായത് ഏതെന്ന് നമുക്ക് മനസ്സിലായില്ല. ഏതാണ്? അതെ, ലാസ്റ്റ് ഓപ്ഷൻ ആണല്ലേ. എന്താണ്? കവിക്ക് കവിത എഴുതാൻ കഴിയാത്തതിൻ്റെ നിരാശ. കവിക്ക് കവിത എഴുതാൻ കഴിയാത്തതിൻ്റെ നിരാശ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് നോക്കൂ. 6 മുതൽ 8 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക. 2 സ്കോർ വീതം എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അതിൽ 6ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. ആംഗലവാഴ്ചയും യുദ്ധക്കെടുതിയും ആകയൻ ഗ്രാമം തകർത്തിരുന്നു വേദം. ഈ വരികളിൽ തെളിയുന്ന സാമൂഹിക ജീവിത അവസ്ഥകൾ കണ്ടെത്തി എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വരികളിൽ തെളിയുന്ന സാമൂഹിക ജീവിത അവസ്ഥകൾ നമ്മളോട് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് കൂട്ടുകാരെ? അതെ, ബ്രിട്ടീഷ് ഭരണവും നാട്ടിലുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ, പട്ടിണി, ദാരിദ്ര്യം എന്നിവയാണല്ലേ. ഏതൊക്കെ സാമൂഹിക ജീവിതാവസ്ഥകളാണ് ഇവിടെ തെളിയുന്നത്? ഈ വരികളിൽ തെളിയുന്നത് അത് ബ്രിട്ടീഷ് ഭരണവും നാട്ടിലുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ, പട്ടിണി, ദാരിദ്ര്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്വർണം വിളയുന്ന കിഴക്കേ ദിക്ക്, ചെങ്കതിർമാല ചൊരിയുന്ന ഉദയ സൂര്യപ്രഭ, കളിയച്ചൻ ജനിക്കുന്നു. ഈ വാക്യങ്ങളിലെ വർണ്ണനാ ഭംഗി വ്യക്തമാക്കുക. അപ്പൊ ഈ വാക്യങ്ങളിലെ വർണ്ണനാ ഭംഗിയാണല്ലേ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം.
സൂര്യോദയത്തിന്റെ ഭംഗിയെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. സൂര്യോദയത്തെ സ്വർണം വിളയുന്ന ദിക്കായും സൂര്യരശ്മികളെ ചെങ്കതിർമാലയായും സങ്കല്പിച്ചിരിക്കുന്നു. എന്താണ്? സൂര്യോദയത്തിന്റെ ഭംഗിയെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. സൂര്യോദയത്തെ സ്വർണം വിളയുന്ന ദിക്കായും സൂര്യരശ്മികളെ ചെങ്കതിർമാലയായും സങ്കല്പിച്ചിരിക്കുന്നു. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. 8ാമത്തെ ചോദ്യം നോക്കൂ. എന്നാലും അമ്മേ നിന്നെ കണ്ടീല നീ എങ്ങാവോ നിന്നുണ്ണിയായോരെ നെ കൈവിട്ടു മറകയോ. കവിതയോട് കവി ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്തുകൊണ്ടാവാം? 2 നിരീക്ഷണങ്ങൾ കുറിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 നിരീക്ഷണങ്ങൾ നമ്മൾ എഴുതണം. നമുക്ക് എന്തൊക്കെ എഴുതാം? ഒന്ന് എഴുതാം നമുക്ക് പ്രകൃതിയായ അമ്മയെ കാണാനുള്ള ഉത്കണ്ഠ അല്ലേ? പ്രകൃതിയായ അമ്മയെ കാണാനുള്ള ഉത്കണ്ഠ. നെക്സ്റ്റ് നമുക്ക് ഏതെഴുതാം? യെസ്, അമ്മ തിരഞ്ഞിട്ട് കാണാത്തതിലുള്ള സങ്കടം. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9 മുതൽ 14 വരെ ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 4 സ്കോർ വീതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. കരച്ചിൽ വടുകെട്ടിയ മുഖം, തേവി തേവി വറ്റിപ്പോയ കിണർ, പിന്നിക്കേറിയ പേഴ്സ്. അമ്മമ്മയിലെ ഭാഗമാണല്ലേ. അപ്പോൾ സൂചനകളും പാഠഭാഗവും പരിഗണിച്ച് അമ്മമ്മയുടെ ജീവിതാവസ്ഥ വ്യക്തമാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര മാർക്കിന്റെ വീതം? 4 സ്കോറിന്റെയാണ്. അപ്പൊ അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. വാർദ്ധക്യം ഒരു 2ാം ബാല്യമാണെന്നാണ് പൊതുവെ പറയുന്നത്. ജീവിതത്തിന്റെ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച് മക്കളോടും കൊച്ചുമക്കളോടൊപ്പം വിശ്രമ ജീവിതം നയിക്കേണ്ടുന്ന കാലം. വാർദ്ധക്യത്തിലും പൊറുതി കിട്ടാതെ നട്ടം തിരിയുന്ന ചിലരുണ്ട്. അങ്ങനെ ഒരാളാണ് അമ്മമ്മ. അമ്മമ്മയാണ് കഥയിലെ കേന്ദ്ര കഥാപാത്രം. ദാരിദ്ര്യവും ദുരിതവും നിറഞ്ഞതാണ് അവരുടെ ജീവിതം. നഗ്നമായ കാതുകൾ, സൂര്യകിരണങ്ങൾ, നിറങ്ങളൊക്കെ കവർന്നു കൊണ്ടുപോയ ഒരേ ഒരു സാരി, ചെരുപ്പില്ലാതെ വിണ്ടുപൊട്ടിയ അമ്മമ്മയുടെ പാദങ്ങൾ എന്നിവ അവരുടെ ദൈന്യത വരച്ചു കാണിക്കുന്നു. അമ്മ നഷ്ടപ്പെട്ട 3 കുട്ടികളുടെ സംരക്ഷണ ചുമതല അവർക്കാണ്. വിധവയായ അവർ 3 പേരക്കുട്ടികളെയും പോറ്റി വളർത്താൻ കഠിനമായി അധ്വാനിക്കുന്നു. സ്നേഹസമ്പന്നയാണ്, ത്യാഗമൂർത്തിയാണ്, എടുക്കാൻ കഴിയാത്ത ചുമടുമായി ഏകയായ അവർ പക്ഷെ ദൃഢചിത്തയാണ്. തേവി തേവി വറ്റിപ്പോയ കിണർ എന്നാണ് കഥാകാരൻ അമ്മമ്മയെ വിശേഷിപ്പിക്കുന്നത്. എങ്കിലും വറ്റാത്ത ഉറവ പോലെ തൻ്റെ കൊച്ചുമക്കൾക്കും കടലോളം സ്നേഹവും പഠിക്കാനുള്ള സൗകര്യവും അവരുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും ഇല്ലായ്മയിലും അമ്മമ്മ അവർക്ക് നൽകുന്നു. നാളെ അവർ തന്നെ തിരിച്ചു സ്നേഹിക്കുമോ എന്നൊന്നും അവർ വേവലാതിപ്പെടുന്നില്ല. പ്രതീക്ഷകൾ നിറഞ്ഞൊരു ജീവിതം കൊച്ചുമക്കൾക്കും ഒരുക്കി കൊടുക്കുന്നതിൽ മാത്രമാണ് അവരുടെ ശ്രദ്ധ. അമ്മമ്മ എന്ന കഥാപാത്രം ലാളിത്യമുള്ള പ്രവൃത്തികളിലൂടെ ഒരു വികാര പ്രപഞ്ചമാണ് സൃഷ്ടിക്കുന്നത്. കഥ വായിച്ചു കഴിയുമ്പോൾ നമ്മളിൽ പലരുടെയും കണ്ണുകൾ നനയും. അമ്മമ്മ മനസ്സിലേക്ക് ഒരു തേങ്ങലോടെ ഇടം പിടിക്കും. അതുകൊണ്ടുകൂടിയാണ് അമ്മമ്മ എന്ന കഥയും കഥാപാത്രവും നമുക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാകുന്നത്. അപ്പം നിങ്ങളും എന്ത് ചെയ്യുക? യെസ്, ഇതുപോലെ നൽകിയിട്ടുള്ള സൂചനകളെല്ലാം പരിഗണിച്ചുകൊണ്ട് അമ്മമ്മയുടെ ജീവിതാവസ്ഥ വ്യക്തമാക്കുക. അപ്പം അരപ്പുറത്തിൽ കവിയാതെ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശാസ്ത്രമെന്നീ ധർമ്മസങ്കരം നടത്തുന്നോൻ, പുസ്തകമെന്നീ പുണ്യാധ്യാപനം പുലർത്തുന്നോൻ. എൻ്റെ ഗുരുനാഥനല്ലേ. കവിയുടെ ഈ നിരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ആയുധമെടുക്കാതെ അഹിംസാ മാർഗത്തിലൂടെ ധർമ്മയുദ്ധം നടത്തി വിജയം നേടിയ ആളാണ് ആര്? അതെ, ഗാന്ധിജി അല്ലേ. ശത്രുവിൻ്റെ ആയുധബലത്തെ അദ്ദേഹം ഭയപ്പെട്ടിരുന്നില്ല. പുസ്തകങ്ങളിലൂടെയല്ല ഗാന്ധിജി മറ്റുള്ളവർക്ക് ജീവിത പാഠങ്ങൾ പഠിപ്പിച്ചു നൽകിയത്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഉറക്കെ പറഞ്ഞ ഗാന്ധിജി തൻ്റെ ഉദാത്തമായ ജീവിതത്തിലൂടെ ലോകത്തെ മുഴുവൻ നന്മയുടെയും സത്യത്തിൻ്റെയും അഹിംസയുടെയും പാഠങ്ങൾ പഠിപ്പിച്ചു. ഔഷധം കൂടാതെ രോഗം ശമിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തൻ്റെ ജീവിതചര്യകളിലൂടെ തെളിയിച്ചു. അഹിംസയുടെ മാർഗത്തിൽ നിന്ന് തരിമ്പ് പോലും ഗാന്ധിജി വ്യതിചലിച്ചിരുന്നില്ല. ഹിംസയിലൂടെ നേരിടുന്നതൊന്നും നേട്ടമല്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഇങ്ങനെ ഗാന്ധിജിയുടെ മഹത്വങ്ങളെല്ലാം ഈ വരികളിലൂടെ വള്ളത്തോൾ നമ്മോട് പറയുന്നു. ഓക്കെ, അപ്പം ഇത്രയും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, നിരീക്ഷണങ്ങൾ ഇതേപോലെ ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിച്ച് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആത്മാഭിമാനവും ആത്മവിശ്വാസവും തിരിച്ചു തരുന്നതിലൂടെ എനിക്ക് അവൻ എൻ്റെ ജീവിതം തന്നെയാണ് കൃഷ്ണ തിരിച്ചു തന്നത്. നിങ്ങളെല്ലാം ഇന്നു കാണുന്ന ഈ ജീവിതം
സുയോധനൻ അന്നെനിക്ക് ദാനമായി നൽകിയ ജീവിതമാണ്. ധർമ്മിഷ്ഠനായ രാധേയൻ. പാഠസന്ദർഭം വിശകലനം ചെയ്ത് കർണനും സുയോധനനും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രത്യേകതകൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം പാഠസന്ദർഭം വിശകലനം ചെയ്യണം. അതുപോലെ വിശകലനം ചെയ്ത് എന്ത് ചെയ്യണം? കർണനും സുയോധനനും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രത്യേകതകൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കണം. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. സ്വന്തം ജീവൻ അപകടത്തിലാകും എന്നറിഞ്ഞിട്ടും ജന്മനാ ലഭിച്ച കവച കുണ്ടലങ്ങൾ ദാനം നൽകിയ മഹാഭാരതത്തിൽ ഏറ്റവും തലയുയർത്തി നിൽക്കുന്ന കഥാപാത്രങ്ങളിൽ ഒരാളാണ് കർണൻ. കുന്തിപുത്രനാണെങ്കിലും സൂതപുത്രനായാണ് കർണൻ വളരുന്നത്. നീതിമാനും യുദ്ധതന്ത്രജ്ഞനുമായ കർണൻ മഹാഭാരത യുദ്ധത്തിൽ കൗരവപക്ഷത്താണ് നിലയുറപ്പിക്കുന്നത്. യുദ്ധത്തിനു മുൻപൊരു ദിനം ശ്രീകൃഷ്ണൻ വന്ന് കർണനോട് അവന്റെ ജന്മരഹസ്യം വെളിപ്പെടുത്തുന്നു. പാണ്ഡവ പക്ഷത്തേക്ക് വരികയാണെങ്കിൽ ഹസ്തിപുരിയുടെ സിംഹാസനമാണ് വാസുദേവൻ കുന്തിപുത്രന് വാഗ്ദാനം ചെയ്തത്. എന്നാൽ വാസുദേവന്റെ മഹത്വം പ്രകീർത്തിച്ചു തന്നെ രാധേയൻ ആ ദാനം നിഷേധിക്കുന്നു. സുയോധനനെ നടുക്കടലിൽ വലിച്ചെറിഞ്ഞ് നേരിടുന്ന ചെങ്കോൽ തനിക്ക് വേണ്ടെന്ന് കർണൻ തീർത്തു പറയുന്നു. ആത്മാർത്ഥത, വിശ്വസ്തത, ത്യാഗമനോഭാവം എന്നിങ്ങനെയുള്ള ആദർശങ്ങളുടെ കേന്ദ്രമാണ് കർണൻ. നിസ്വാർത്ഥനായ കർണൻ പ്രാണനേക്കാൾ വില കൽപ്പിച്ചത് അഭിമാനത്തിനാണ്. ഹസ്തിനപുരിയിലെ അഭ്യാസ പ്രകടനത്തിൽ കൃപാചാര്യർ കുലം അന്വേഷിച്ചപ്പോൾ കർണൻ തല താഴ്ത്തി നിന്നുപോകുന്നു. ആ ശാപമുഹൂർത്തത്തിൽ തൻ്റെ രക്ഷകനായ തനിക്ക് ആത്മാഭിമാനവും ആത്മവിശ്വാസവും ജീവിതവും തിരിച്ചു നൽകിയ സുയോധനോടുള്ള കൂറും കടപ്പാടും അചഞ്ചലമാണ് എന്ന് പറയുന്നിടത്താണ് കർണന്റെ വ്യക്തിത്വത്തിന് ശോഭയേറുന്നത്. അർത്ഥത്തെ വില വയ്ക്കുന്നവനല്ല, അർത്ഥത്താൽ വിലയ്ക്ക് വാങ്ങാവുന്നവനുമല്ല സൂതപുത്രനായ ഈ കർണന് എന്ന പ്രഖ്യാപനത്തിലൂടെ വാഗ്ദാനങ്ങളിൽ മയങ്ങാത്ത തൻ്റെ സ്ഥൈര്യം കാണാൻ എന്താണ് കർണൻ വെളിവാക്കുന്നു അല്ലെ. ഈ ഭൂമി മുഴുവൻ ലഭിച്ചാലും സുയോധനനെ കൈവിടില്ല എന്ന് പറയുന്ന അർജുന ശരമേറ്റു താൻ എന്ന് വീഴുന്നുവോ അന്ന് പാണ്ഡവർ യുദ്ധം ജയിക്കുമെന്ന് പറയുന്ന കർണൻ സമാനതകളില്ലാത്ത പുരുഷത്വത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും പൗരുഷത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും ആൾരൂപമാണ്. അപ്പം നിങ്ങളും എന്ത് ചെയ്യുക? ഇതുപോലെ വരികളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് പാഠസന്ദർഭം വിശകലനം ചെയ്ത് കർണനും സുയോധനനും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രത്യേകതകൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്നതും കൂടി ഉൾപ്പെടുത്തി കുറിപ്പ് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പശ്ചിമ തടാകത്തിലിറങ്ങി സ്നാനം ചെയ്തു പോൽ ചെമ്പട്ടുടുത്തു തർക്കദീപവും കയ്യിലേന്തി പ്രാർത്ഥനയ്ക്കായി ചെല്ലും സന്ധ്യയാം പെൺകുടി. കവിതയോട് വരികൾ വിശകലനം ചെയ്ത് കാവ്യഭംഗി വ്യക്തമാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. കാവ്യഭംഗി വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. ആൻസർ നോക്കിയാലോ. നമുക്ക് ആൻസർ എഴുതാം. ആയുധ വിദ്യാ പ്രയോഗ ദിവസം കർണന്റെ വംശകുല പാരമ്പര്യങ്ങളെ ചോദ്യം ചെയ്ത് കൃപർ പരിഹസിച്ചപ്പോൾ അപമാനഭാരത്താൽ തൻ്റെ തല താണുപോയി. അപമാനഭാരത്താൽ മരിച്ച തനിക്ക് പുനർജന്മം നൽകിയത് സുയോധനനാണ്. രംഗവേദിയിൽ നിന്നും ജീവിതവേദിയിൽ നിന്നും തന്നെയും നിഷ്ഭ്രമിക്കാൻ തുടങ്ങിയത് തന്നെ സുയോധനനാണ്. അംഗരാജാവായി അഭിഷേകം ചെയ്തത് ആ രാജ്യദാനത്തിലൂടെ സുയോധനൻ തനിക്ക് ആത്മാഭിമാനവും ആത്മവിശ്വാസവും ജീവിതവുമാണ് തിരിച്ചു നൽകിയതെന്ന് കർണൻ ശ്രീകൃഷ്ണനോട് പറയുന്നു. പടിഞ്ഞാറേ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന ചിത്രമാണ് കവി ഇവിടെ മനോഹരമായി വർണ്ണിക്കുന്നത്. സന്ധ്യാവന്ദനത്തിന് നമ്മുടെ വീടുകളിൽ വിളക്കുമായി വരുന്ന പെൺകുട്ടിയെ വിശാലമായ തലത്തിൽ സൂര്യാസ്തമയമായി കവി സങ്കല്പിച്ചിരിക്കുന്നു. സൂര്യൻ എന്ന വിളക്കാണ് അവൾ കയ്യിലേന്തിയിരിക്കുന്നത്. സൂര്യാസ്തമയത്തിന്റെ ശോഭയും കാന്തിയും ഒരു മനോഹര ഭാവനയാൽ വരച്ചു കാണിക്കുകയാണ് കവി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ വരികൾ വിശകലനം ചെയ്ത് കാവ്യഭംഗി വ്യക്തമാക്കി എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭാരതപ്പുഴ വക്ക്, നീലരാത്രി, വൈരപ്പൊടി ചിതറിയ ആകാശം, ദൂരെ മങ്ങിയ മലനിര, പുഴയുടെ ഏകാന്ത ശാന്ത സംഗീതം, കാണുന്നതെല്ലാം കവിതയാക്കുന്ന കവിയാണ് പി കുഞ്ഞിരാമൻ നായർ. ഈ പ്രസ്താവന ആത്മകഥാഭാഗവുമായി ബന്ധിപ്പിച്ച് വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം.
പ്രകൃതിയാണ് പി കുഞ്ഞിരാമൻ നായർക്ക് എന്നും പ്രചോദനമായിട്ടുള്ളത്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന മനസ്സാണ് അദ്ദേഹത്തിൻ്റെത്. അതിനാൽ തന്നെ കളിയച്ഛൻ എന്ന കവിത ജനിക്കുന്ന സന്ദർഭം തൻ്റെ മനസ്സിലുണ്ടാക്കിയ അനുഭൂതികളെ പ്രകൃതി സൗന്ദര്യത്തിലൂടെയാണ് അദ്ദേഹം വർണ്ണിക്കുന്നത്. പ്രകൃതിയിലെ ഓരോ ദൃശ്യവും തൻ്റെ മനസ്സിൽ അനുഭൂതികൾ സൃഷ്ടിക്കുന്നുവെന്നും ഈ അനുഭൂതിയാണ് വാക്കുകളിലൂടെ കവിതയായി പുറത്തേക്ക് വരുന്നതെന്നും അദ്ദേഹം ഈ വർണ്ണനകളിലൂടെ നമ്മോട് പറയുന്നു. കളിയച്ഛൻ എന്ന കവിത പിറന്ന ശേഷമുള്ള പ്രഭാതത്തെ അദ്ദേഹം വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ്. കതകു തുറന്ന പുതിയ പ്രഭാതം, സ്വർണം വിളയുന്ന കിഴക്കേ ദിക്ക്, ചെങ്കതിർമാല ചൊരിയുന്ന ഉദസൂര്യപ്രഭ, നിളാകാലങ്ങൾ ആ കാവ്യ സുവർണകാന്തി മോന്തി കുടിക്കുന്നു. ഗദ്യഭംഗിയുടെ ഉയർന്ന തലമാണ് നാം ഇവിടെ കാണുന്നത്. നീലരാത്രി, വൈരപ്പൊടി ചിതറിയ ആകാശം, ദൂരെ ദൂരെ മങ്ങിയ മലനിരകൾ, പുഴയുടെ ഏകാന്ത ശാന്ത സംഗീതം എന്നിങ്ങനെയുള്ള വർണ്ണനകൾ നിരവധിയാണ്. കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മകഥയെ ഗദ്യത്തിൽ എഴുതി കവിതയാക്കി മാറ്റുന്നത് ഇത്തരം പ്രയോഗങ്ങളാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ വിലയിരുത്തി എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു വിലയിരുത്തൽ കുറിപ്പ് ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 14 ചോദ്യം നോക്കൂ. എൻ കരൻ തോറ്റാൽ എന്താണ് എൻ മകൻ ജയിക്കുമ്പോൾ, എൻ കണ്ണിലുണ്ണിക്കേലും പുകളൻ പുകളല്ലേ, കൊച്ചനെ സ്തുതിക്കുമ്പോൾ എൻ മുഖം മങ്ങി പോലും തച്ചനായാലും ഞാനൊരച്ഛനല്ലാതായി പോമോ. പെരുന്തച്ചൻ. സമൂഹത്തിന്റെ അപവാദ പ്രചരണങ്ങൾക്ക് ഇരയായി തീരുന്ന മനുഷ്യരുടെ ആത്മസംഘർഷങ്ങളാണ് പെരുന്തച്ചന്റെ ചോദ്യങ്ങളിലുള്ളത്. ഈ അഭിപ്രായത്തോടുള്ള നിങ്ങളുടെ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ പ്രതികരണക്കുറിപ്പ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. ക്ഷേത്രത്തിന്റെ 2 ഗോപുരങ്ങളിലും തേക്കുകൊണ്ട് തച്ചനും മകനും അഷ്ടദിക്ക് പാലരൂപം കൊത്തിവെച്ചു. ഒന്ന് പെരുന്തച്ചന്റെ കൈയാലും മറ്റേത് മകന്റെ കൈയാലുമാണ് തീർത്തത്. മകൻ കൊത്തിയ ശില്പത്തിന് അച്ഛൻ കൊത്തിയ ശില്പത്തേക്കാൾ കൂടുതൽ ജീവൻ തുടിക്കുന്നതായി ജനം പറഞ്ഞു. അതിൽ പെരുന്തച്ചന് മകനോട് അസൂയ മൂത്തു എന്ന് ജനം പറഞ്ഞ അപവാദത്തിന് മറുപടി പറയുകയാണ് തച്ചൻ. മകൻ ജയിക്കുമ്പോൾ അച്ഛൻ തോറ്റാൽ എന്ത്? മകന്റെ വിജയം ഒരച്ഛൻ്റെ കൂടി വിജയമല്ലേ. മകൻ പെരുന്തച്ചന്റെ കണ്ണിലുണ്ണിയാണ്. മകന്റെ പ്രശസ്തി തൻ്റെ കൂടി പ്രശസ്തിയാണ്. കാരണം അവനെ ഉളി പിടിപ്പിക്കാൻ പഠിപ്പിച്ചത് പെരുന്തച്ചനാണ്. പെരുന്തച്ചന് മകനോടുള്ള വാത്സല്യവും അവൻ്റെ കഴിവിനോടും കീർത്തിയോടുമുള്ള അഭിമാനവും ഈ വരികളിൽ നിന്ന് മനസ്സിലാക്കാം. പണിയായുധം കൊണ്ട് മരത്തിലും കല്ലിലും ലോഹത്തിലും മായാ കാഴ്ചകൾ തീർത്ത മഹാതച്ചനാണ് ഞാൻ. പക്ഷേ അതിനെല്ലാം ഉപരി ഞാൻ ഒരച്ഛനാണ്. മകനെ അളവറ്റു സ്നേഹിച്ചിരുന്ന ഒരച്ഛൻ. അസൂയ മൂത്ത് വീതുളിയെറിഞ്ഞ് മകനെ കൊല്ലാൻ മാത്രം ദുഷ്ടനാണോ ഞാൻ എന്ന് പെരുന്തച്ചൻ സ്വയം ചോദിക്കുകയാണ്. 1000 മണിയുടെ നാവ് പൊത്താൻ കഴിയും, എന്നാൽ ഒരു വായിലെ നാവ് പൊത്താൻ ആർക്കും കഴിയില്ല. അപവാദ പ്രചരണം നടത്തുന്നവർ അത് തുടരുക തന്നെ ചെയ്യും. അത് തടയാൻ ആർക്കുമാവില്ല. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക, നിങ്ങളുടേതായ പ്രതികരണങ്ങളൊക്കെ ഉൾപ്പെടുത്തി അഭിപ്രായങ്ങളൊക്കെ ഉൾപ്പെടുത്തി നിങ്ങളുടെ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. 15 മുതൽ 17 വരെ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് 15ാമത്തെ ചോദ്യം നോക്കാം. കേരള തൂമൊഴിയൊന്നു കേട്ടാൽ മതി കോരിത്തരിപ്പിന്റെ കൊയ്ത്തുകാലം മാണിക്യവീണ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. എൻ്റെ ഭാഷയിൽ നിന്നെടുത്തതാണല്ലേ. ഓരോ മനുഷ്യനും അമ്മയോളം പ്രിയപ്പെട്ടതാണ് മാതൃഭാഷ. വരികളും പ്രസ്താവനയും വിശകലനം ചെയ്ത് മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഉപന്യാസത്തിന്റെ ഘടനയൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എഴുതി ഭംഗിയായി എന്ത് ചെയ്യുക, നിങ്ങൾ ഉപന്യാസം തയ്യാറാക്കുക. അവിടെ ഒരു മാതൃക നൽകുന്നുണ്ട്, നമുക്ക് നോക്കാം. മനുഷ്യ ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനം നൽകേണ്ട ഒന്നാണ് വിദ്യാഭ്യാസം. കാരണം ഒരു മനുഷ്യായുസ് നേടിയെടുക്കുന്ന സകല കഴിവുകളുടെയും വികാസം സാധ്യമാകുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ വിദ്യാഭ്യാസം എന്നത് ജീവിതത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണെന്ന് നിർവചിച്ചിരിക്കുന്നത്. വിവിധ സ്വഭാവ മേന്മയോടുകൂടി ജനിക്കുന്ന മനുഷ്യൻ വിദ്യാഭ്യാസത്തിലൂടെ പലതും സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുകയാണ് വിദ്യാഭ്യാസം എന്ന പ്രക്രിയയിലൂടെ. സംസാരിച്ചു തുടങ്ങുന്ന പിഞ്ചു കുഞ്ഞിൻ്റെ നാവിൽ ആദ്യം തത്തിക്കളിക്കുന്നത് മാതൃഭാഷയാണ്. മാതൃഭാഷ കുട്ടിക്ക് ലഭിക്കുന്ന സഹജ ഭാഷയാണ്. അമ്മയും മാതൃഭാഷയും കുഞ്ഞിൻ്റെ 2 അമ്മമാരായി നിലകൊള്ളുന്നു.
മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രി മർത്തിനു പെറ്റമ്മ തൻ ഭാഷ തൻ എന്ന മഹാകവി വള്ളത്തോളിന്റെ വരികൾ മാതൃഭാഷയുടെ പ്രാധാന്യത്തെയാണ് വിളിച്ചറിയിക്കുന്നത്. മനുഷ്യജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഘടകങ്ങളിൽ ചിലതാണ് മാതാവ്, മാതൃഭൂമി, മാതൃഭാഷ എന്നിവ. അന്തർദേശീയ ഭാഷയായ ഇംഗ്ലീഷ് ലോകഭാഷ എന്ന നിലയിൽ അതുല്യ സ്ഥാനം വഹിക്കുന്നു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനർവിഭജനം ചെയ്തത് മാതൃഭാഷയെ പ്രോത്സാഹിപ്പിക്കുവാനാണ്. വിദേശ ഭാഷയിലൂടെ വിദ്യാഭ്യാസം ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്കത് വിഷമമാണ്. വിദേശ ഭാഷ പഠിക്കാൻ തന്നെ നാം കൂടുതൽ സമയം ചെലവഴിക്കണം. ഭാരതീയർക്ക് ദേശീയബോധം കുറയുവാനുള്ള പ്രധാന കാരണം വിദ്യാഭ്യാസത്തിൽ ഇംഗ്ലീഷിന് അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ടാണെന്ന് ഒരു പരീക്ഷ വിജയവും ഉദ്യോഗലബ്ധിയും മാത്രമല്ല വിദ്യാഭ്യാസത്തിന് പ്രധാന ഉദ്ദേശങ്ങൾ. നാം മാതൃഭാഷ അഭിമാനികളും സ്വരാജ്യ സ്നേഹികളുമായി തീരുന്നതിന് വിദ്യാഭ്യാസത്തിൽ പ്രമുഖ സ്ഥാനം മാതൃഭാഷയ്ക്ക് നൽകണം. ഇന്ന് നാം സ്വതന്ത്രരാണ്. നമ്മുടെ പുരാതന സംസ്കാരത്തെയും ആദർശത്തെയും സംരക്ഷിക്കുവാൻ മാതൃഭാഷ വിജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. മാതൃഭാഷയായ മലയാളത്തിന് മറ്റു ഭാഷകളോടൊപ്പം നിൽക്കാനുള്ള എല്ലാ ഗുണവിശേഷങ്ങളും ഉണ്ട്. ഒരു ഉപന്യാസമാണ്, അപ്പം അത്യാവശ്യം നിങ്ങൾ എഴുതണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ബാക്കി നോക്കാം. ആശയപ്രകടനത്തിനും ശാസ്ത്രീയ കാര്യങ്ങളെ പ്രതിപാദിക്കാനുമുള്ള എല്ലാ ഗുണവിശേഷങ്ങളുമുള്ള നാം എത്ര ഭാഷകൾ കൈവശമാക്കിയാലും മാതൃഭാഷയിലൂടെ മാത്രമേ സ്വന്തം ഹൃദയവികാരങ്ങൾ ശക്തമായും വ്യക്തമായും മറ്റുള്ളവരെ ധരിപ്പിക്കാൻ കഴിയൂ. വിശ്വസാഹിത്യങ്ങളും ശാസ്ത്രീയ കാര്യങ്ങളും നമ്മിൽ വേരുറയ്ക്കുന്നത് മാതൃഭാഷയിലൂടെയാണ്. അതുകൊണ്ടാണ് ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൻ്റെ പാതിയാകണമെങ്കിൽ സ്വഭാഷ തൻ്റെ വക്തത്തിൽ നിന്നു താൻ കേൾക്ക വേണം എന്ന് മഹാകവി വള്ളത്തോൾ പാടിയത്. വീടും നാടും അന്യമായി കാണുന്ന ഇളം തലമുറയുടെ മാതൃഭാഷാ വൈമുഖ്യം നാം ശ്രദ്ധിക്കാതിരുന്നിട്ട് കാര്യമില്ല. ജനിക്കും മുൻപ് മകൻ ഇംഗ്ലീഷ് പഠിക്കണമതിനാൽ ഭാര്യതൻ പേറങ്ങി മുണ്ടിൽ തന്നെയാക്കിനേൻ എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ പരിഹാസം കേരളീയരുടെ പൊങ്ങച്ചത്തെയും മിഥ്യാബോധത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. തന്നോട് തന്നെയുള്ള ഈ യുദ്ധം മലയാളികളുടെ ശാപമാണ്. മാതൃഭാഷ അവബോധം ജനകീയതയുടെ സിരാരക്തം ആണെന്ന കാര്യം ഇനിയും മറന്നാൽ നമ്മുടെ ഭാവി മൂടിപ്പോകും എന്നതിൽ സംശയം വേണ്ട. ഈ അവസരത്തിൽ എന്നുടെ ഭാഷ താനെൻ തറവാട്ടമ്മ അന്യയാം ഭാഷ വിരുന്നുകാരി എന്ന കവിവാക്യം മറക്കാതിരിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു ഇൻട്രൊഡക്ഷനും ഇതുപോലെ തന്നെ ഒരു കൺക്ലൂഷനും ഒക്കെ നൽകിക്കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളെ ഈ ഉപന്യാസം തയ്യാറാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താൻ എന്നും ഇന്നും കലാസബരിക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവനാണ്. ആശാൻ കിരീടം തൊട്ടു വന്ദിച്ചു നമസ്കരിച്ചു. എന്തുകൊണ്ടോ കണ്ണു നിറഞ്ഞിരുന്നു. അരങ്ങൊഴിയുന്നതിനു മുമ്പായുള്ള അവസാനത്തെ വേഷം, അതുകൊണ്ട് അരങ്ങു തകർക്കുന്ന കളിയാവും. കീർത്തിമുദ്ര. ആശാൻ എന്ന കഥാപാത്രത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? കഥയിലെ മറ്റ് സന്ദർഭങ്ങളും പരിഗണിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പൊ കഥാപാത്ര നിരൂപണമാണല്ലേ കൂട്ടുകാരെ തയ്യാറാക്കേണ്ടത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. ഒരായുസ് മുഴുവൻ കൃഷ്ണനാട്ടം എന്ന കലയ്ക്ക് സമർപ്പിച്ച ഒരു കലാകാരൻ തൻ്റെ വിടവാങ്ങൽ വേദിയിൽ വെച്ച് കലയോട് മാത്രമല്ല സ്വന്തം ജീവനോട് തന്നെ വിട പറയുന്ന ഹൃദയസ്പർശിയായ രംഗമാണ് ഉണ്ണികൃഷ്ണൻ പുതൂരിൻ്റെ കീർത്തിമുദ്ര എന്ന കഥയിലെ ഇതിവൃത്തം. കീർത്തിമുദ്ര എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് ആശാൻ. കൃഷ്ണനാട്ടം എന്ന കലാരൂപത്തിലൂടെ അരങ്ങിലും അണിയറയിലും ഒരുപോലെ ശോഭിച്ച കലാകാരനായിരുന്നു ആശാൻ. വ്യത്യസ്ത രൂപഭാവങ്ങളുള്ള കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ അതുല്യ പ്രതിഭ. 13-ാം വയസ്സിലാണ് ആശാൻ കച്ചകെട്ടി അരങ്ങിലെത്തുന്നത്. പണമോ പ്രശസ്തിയോ ആഗ്രഹിക്കാതെ ജീവിതം കലയ്ക്ക് വേണ്ടി ഉഴിഞ്ഞുവെച്ച കളിയരങ്ങിനെ ദൈവസന്നിധിയായി കൂടി കലോപാസകനായി ആശാൻ പുതുതലമുറ കലയെ കാര്യമായി എടുക്കുന്നുണ്ടോ എന്ന ആശങ്ക അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പച്ചയിൽ നിന്ന് കത്തിവേഷത്തിലേക്ക് കാലം ആശാനെ എത്തിച്ചെങ്കിലും തൻ്റെ പ്രതിഭാവിലാസം കൊണ്ട് വേഷങ്ങളെല്ലാം തന്മയത്വത്തോടെ അഭിനയിച്ചു ഫലിപ്പിക്കാൻ ആശാന് കഴിഞ്ഞു. കളിയോഗത്തോട് വിടവാങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള കളിയിൽ കാണികളുടെ മനം കവർന്ന ആശാൻ അരങ്ങിൽ തന്നെ ജീവിതം ഹോമിച്ച് അനശ്വരനായി മാറുന്നു. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക, ഇതുപോലെ ആശാന്റെ സവിശേഷതകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആശയം, ആസ്വാദനാംശങ്ങൾ എന്നിവ പരിഗണിച്ച് കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. വയലാർ രാമവർമ്മയുടെ ഞങ്ങളുടെ മുത്തശ്ശി എന്ന കവിതാഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം.
നിങ്ങൾക്കുള്ളതുപോലെ നാട്ടിൽ ഞങ്ങൾക്കുണ്ടൊരു മുത്തശ്ശി, കഥ പറയാറുണ്ടന്തിക്കോരോ കവിതകൾ മാനത്തുലയുമ്പോൾ, വെള്ളരിയുടെ മലർമൊട്ടുകൾ മഞ്ഞപ്പുള്ളികൾ കുത്തിയ പാടത്തിൽ, നീലക്കറുകകളണി മുക്കുറ്റികൾ ചേല വിരിച്ച് വരമ്പിന്മേൽ, കൂടും ഞങ്ങൾ മുത്തശ്ശിയുമായി കൂലിക്കാരുടെ കഥ പറയാൻ. രസകരമായൊരു കവിതയാണല്ലേ കൊടുത്തിട്ടുള്ളത്. ആരെക്കുറിച്ചാണ്? യെസ്, ഞങ്ങളുടെ മുത്തശ്ശി. അപ്പം എന്ത് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? യെസ്, ഈ കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് അല്ലേ. ആസ്വാദന കുറിപ്പൊക്കെ എഴുതാൻ നമ്മൾ എത്രയോ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ആൻസർ എഴുതാം. അധ്വാനത്തിന്റെ മഹത്വം മനുഷ്യശേഷിയും മനുഷ്യന്റെ അധ്വാനത്തിലും അഭിമാനം കൊണ്ടിരുന്ന കവിയാണ് വയലാർ രാമവർമ്മ. അദ്ദേഹം എന്നും അധ്വാനിക്കുന്നവരുടെ പക്ഷത്തായിരുന്നു. അവരുടെ ജീവിതമാണ് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചിരുന്നത്. ഞങ്ങളുടെ മുത്തശ്ശി എന്ന കവിതയും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ആസ്വാദനക്കുറിപ്പാകുമ്പോൾ കവിയെക്കുറിച്ച് കുറച്ച് എഴുതണം അല്ലെ. ഫസ്റ്റ് തന്നെ ആരെക്കുറിച്ചാണ് എഴുതേണ്ടത്? യെസ്, കവി. ഇവിടെ കവി ആരാണ്? വയലാർ രാമവർമ്മയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ എഴുതാൻ നെക്സ്റ്റ്. യെസ്, കവിതയുടെ ആശയം നോക്കാമല്ലേ. നിങ്ങൾക്കുള്ളതുപോലെ തൻ്റെ നാട്ടിലും ഒരു മുത്തശ്ശി ഉണ്ടെന്ന് കവി പറയുന്നു. സന്ധ്യയ്ക്ക് മുത്തശ്ശി ഓരോ കഥകൾ പറയാറുണ്ട്. വെള്ളരിയുടെ പൂമുട്ടുകൾ മഞ്ഞപ്പുള്ളികൾ കുത്തിയ പാടത്തിൽ, നീലക്കറുകുകളും മുക്കുറ്റികളും ചേല വിരിച്ചതുപോലെയുള്ള വരമ്പിലിരുന്ന മുത്തശ്ശി കൂലിക്കാരുടെ കഥകൾ ഞങ്ങളോട് പറയും. ഈ കഥ കേൾക്കാൻ ഞങ്ങൾ മുത്തശ്ശിക്ക് ചുറ്റും കൂടുമെന്നും കവി പറയുന്നു. അധ്വാനിക്കുന്നവരുടെ കഥ കേൾക്കാനുള്ള കവിയുടെ താല്പര്യമാണ് ഇവിടെ തെളിയുന്നത്. ഗ്രാമഭംഗി തുളുമ്പി നിൽക്കുന്ന ഈ കവിതയിലെ വാക്കുകൾ ഓരോന്നും അതിൻ്റെ ലാളിത്യം കൊണ്ട് അതിമനോഹരങ്ങളാണ്. കൂടാതെ വരികളിൽ ആവർത്തിച്ചു വരുന്ന അക്ഷരങ്ങൾ കവിതയ്ക്ക് നൽകുന്ന ശബ്ദഭംഗിയും ശ്രദ്ധേയമാണ്. കവിതകൾ മാനത്തുലയുന്ന സന്ധ്യ, വെള്ളരിയുടെ പൂമൊട്ടുകൾ, മഞ്ഞപ്പുള്ളികൾ കുത്തിയ പാടം, നീലക്കറുകകളും മുക്കുറ്റികളും ചേല വിരിച്ച് വരമ്പ് തുടങ്ങിയ കവിതയിലെ പ്രയോഗങ്ങൾ വളരെ മനോഹരമായിരുന്നു. കഥ പറയാറുണ്ടെന്തിക്കോരോ കവിതകൾ മാനത്തുലയുമ്പോൾ എന്ന വരികളാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമായത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ഇതെല്ലായിരിക്കും നിങ്ങൾക്ക് കവിത വരും. മറ്റേതെങ്കിലും കവിതകൾ തന്നിട്ടാവും ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പറയുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഇഷ്ടപ്പെട്ട വരികളും കൂടി ആസ്വാദനക്കുറിപ്പിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് കഥ പറയാറുണ്ടെന്തിക്കോരോ കവിതകൾ മാനത്തുലയുമ്പോൾ എന്ന വരികളാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമായത്. ഇവിടെ കവിത വിരിയുന്ന മാനം എന്ന കൽപ്പന വളരെയധികം ആകർഷകമാണ്. അധ്വാനിക്കുന്നവരോടുള്ള കവിയുടെ മനോഭാവമാണ് കവിതയിൽ തെളിയുന്നത്. കവിയുടെ നാട്ടിലെ മുത്തശ്ശി പറയുന്നത് വെറും കെട്ടുകഥകളോ നേരം പോക്കുകളോ അല്ല, കൂലിക്കാരുടെ കഥകളാണ്. ഇവിടെ കഠിനാധ്വാനം ചെയ്യുന്ന സാധാരണ തൊഴിലാളികളുടെ പക്ഷത്താണ് താനെന്ന് കവി അടിവരയിട്ട് പറയുന്നു. അവരാണ് ഈ ലോകത്തിന്റെ യഥാർത്ഥ ശില്പികൾ. ലളിതമായ വാക്കുകളിലൂടെ വളരെ വലിയൊരു ആശയമാണ് കവി പകർന്നു തരുന്നത്. അപ്പം നിങ്ങളും എന്ത് ചെയ്യുക? യെസ്, ഈ കവിതയ്ക്ക് നല്ലൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.